നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. കുവൈറ്റിലെ ഷോപ്പുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അമിത ശബ്ദമുണ്ടായാൽ 75 ദിനാർ പിഴ, ആവർത്തിച്ചാൽ 3 മാസം തടവും 150 മുതൽ 300 ദിനാർ വരെ പിഴയും ചുമത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം. ദുബായിൽ 2 ടോൾ ഗേറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു. പുതിയ സാലിക് ഗേറ്റുകൾ നിലവിൽ വന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഗണ്യമായ കുറവുണ്ടായേക്കും. ഒരു തവണ ഗേറ്റ് കടക്കാൻ ഈടാക്കുക 4 ദിർഹം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്രം, പഠിക്കാൻ സമയം വേണമെന്ന് പ്രതിപക്ഷം. അദാനി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനും സാധ്യത. സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മഹാരാഷ്ട്രയും ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി തുടരും. സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. പാലക്കാട്ടെ ജയപരാജയങ്ങൾ ചർച്ചയാക്കി മുന്നണികൾ. ചേലക്കരയിലെ തോൽവിയെ ചൊല്ലി കോൺഗ്രസിൽ പോര്. BJP സംസ്ഥാന നേതൃയോഗം മറ്റന്നാൾ. വഖഫിൽ പ്രതിഷേധം ശക്തമാക്കി മുനമ്പം നിവാസികൾ. വഖഫ് നിയമത്തിന്റെ പ്രതീകാത്മക രൂപം കടലിൽ താഴ്ത്തി പ്രതിഷേധം. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമരസമിതി. IPL ചരിത്രത്തിലെ വിലയേറിയ താരമായി ഋഷഭ് പന്ത്. 27 കോടിക്ക് താരത്തെ സ്വന്തമാക്കിയത് ലക്നൌ സൂപ്പർ ജയന്റ്സ്. 26 കോടി 75 ലക്ഷത്തിന് ശ്രേയസ് അയ്യർ പഞ്ചാബ് കിങ്സിൽ. 18 കോടിക്ക് അർഷദീപ് സിംഗും പഞ്ചാബിൽ. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 534 റൺസ് വിജയലക്ഷ്യം. യശസ്വി ജയ്സ്വാളിനും വിരാട് കോഹ്ലിക്കും സെഞ്ചുറി. ഓസ്ട്രേലിയയ്ക്ക് 2ാം ഇന്നിംഗ്സിലും ബാറ്റിംഗ് തകർച്ച. 3 വിക്കറ്റ് നഷ്ടം. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിലെ ഷോപ്പുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അമിത ശബ്ദമുണ്ടായാൽ 75 ദിനാർ പിഴ, ആവർത്തിച്ചാൽ 3 മാസം തടവ് ശിക്ഷയോടെ 150 മുതൽ 300 ദിനാർ വരെ പിഴയോടെ കോടതിയിലേക്ക് റഫർ ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ കോർഡിനേഷൻ ആൻഡ് ഫോളോ അപ്പ് വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് അൽ സുബൈഹാൻ അറിയിച്ചു. ദുബായ് നിരത്തുകളിൽ സാലിക് എന്ന പേരിൽ അറിയപ്പെടുന്ന 2 ടോൾ ഗേറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ആകെ സാലിക് ഗേറ്റുകളുടെ എണ്ണം 10ആയി. ഷാർജ, ദുബായിലെ അൽ നഹദ, ഹിസൈസ്, മുഹസ്സിന എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാർ കൂടുതലായി ഉപയോഗിക്കുന്ന പ്രധാന പാതകളിലൊന്നായ അൽ ഖൈൽ റോഡിലെ ബിസിനസ് ബേ ക്രോസിംഗിലാണ് പുതിയതായി പ്രവർത്തനം തുടങ്ങിയ ഒരു ടോൾ ഗേറ്റ് ഉള്ളത്. ഷെയ്ഖ് സായിദ് റോഡിലെ അൽ സഫ സൗത്തിലാണ് 2ാമത്തെ ടോൾ ഗേറ്റ് ആരംഭിച്ചത്. പുതിയ സാലിക് ഗേറ്റുകൾ പ്രവർത്തനം തുടങ്ങിയതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരു തവണ സാലിക് ഗേറ്റ് കടക്കാൻ 4 ദിർഹമാണ് ഈടാക്കുക. ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റണ്ണിൽ പങ്കെടുത്തത് ലക്ഷക്കണക്കിന് ആളുകൾ. രാവിലെ 6:30 ആരംഭിച്ച കൂട്ടയോട്ടത്തിനായി ദുബായിലെ പ്രധാന പാതയായ ഷെയ്ഖ് സായിദ് റോഡിൽ വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു. 1 മാസം നീണ്ടുനിന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ സമാപനം കുറിച്ചാണ് ദുബായ് റൺ നടന്നത്. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിലാണ് ലക്ഷങ്ങൾ അണിനിരുന്ന ദുബായ് റൺ നടന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾ ഉൾപ്പെടെ ദുബായ് റണ്ണിന്റെ ഭാഗമായി. പുലർച്ചെ 6:30 ദുബായിലെ പ്രധാന പാതയായ ഷെയ്ഖ് സായിദ് റോഡിലാണ് കൂട്ടയോട്ടം ആരംഭിച്ചത്. ഇതിനായി വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നവർക്കുള്ള യാത്ര സുഗമമാക്കാനായി ദുബായ് മെട്രോ പുലർച്ചെ 3 മണി മുതൽ സർവീസ് ആരംഭിച്ചു. 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിൽ നടന്ന കൂട്ടയോട്ടത്തിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരന്നു. നിരവധി ഭിന്നശേഷിക്കാരും ദുബായ് റണ്ണിന്റെ ഭാഗമായി. സൈബർ ട്രക്ക് അടക്കമുള്ള ദുബായ് പോലീസിന്റെ വാഹനങ്ങളും അശ്വാരൂഢ സേനയും ദുബായ് റണ്ണിന് അകമ്പടിയായി. പാരാഗ്ലൈഡേഴ്സ്, സ്കൈ ഡൈവേഴ്സ് എന്നീ സാഹസിക പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. 1 മാസം നീണ്ടുനിന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ സമാപനം കുറിച്ചാണ് ദുബായ് റൺ നടന്നത്. അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് 1 വർഷത്തിന് ശേഷം സമാനമായ മറ്റൊരു സ്ഥാപനത്തിലേക്ക് വിസ മാറ്റം അനുവദിക്കും. മാനവശേഷി സമിതി അധികൃതരാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഇത് പ്രകാരം ഇത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഇതേ വിഭാഗത്തിൽ ഉൾപ്പെടെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് നിലവിലെ സ്പോൺസറുടെ അനുമതിയോടെ മാത്രമായിരിക്കും വിസ മാറ്റം സാധ്യമാകുക. ഇതുവരെയും 3 വർഷത്തിന് ശേഷം മാത്രമേ വിസ മാറ്റത്തിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. കുവൈറ്റിലെ സാൽമി പ്രദേശത്തും മറ്റ് പല സ്ഥലങ്ങളിലും കേടായതും ഉപയോഗിച്ചതുമായ ടയറുകൾ സംസ്കരിക്കുന്നതിന് മുനിസിപ്പാലിറ്റിയുടെ ചുമതല. മന്ത്രിതല സമിതിയാണ് ഇക്കാര്യം മുനിസിപ്പാലിറ്റിയെ ചുമതലപ്പെടുത്തിയത്. ടയറുകളുടെ സ്വഭാവം അനുസരിച്ച് കൈകാര്യം ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതി ആവശ്യമാണെന്നും അപകടകരമായ മാലിന്യമായി പരിഗണിക്കാമെന്നാണ് മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുള്ളത്. സാൽമി പ്രദേശത്തുള്ള കേടുപാടുകൾ സംഭവിച്ചതും ഉപയോഗിച്ചതുമായ ടയറുകൾ നീക്കം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനും പുനരുപയോഗം ചെയ്യുന്നതിനുമുള്ള സംരംഭം നടപ്പിലാക്കുന്നതിനും മുനിസിപ്പാലിറ്റി മന്ത്രിതല സമിതിക്ക് മുൻപ് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ജിദ്ദ നവോദയയുടെ 35ാം വാർഷികത്തോടനുബന്ധിച്ച് കേരളീയം 2024 എന്ന പരിപാടിക്ക് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജിദ്ദ നവോദയ സംഘടിപ്പിച്ച കേരളീയം 2024 ജനപങ്കാളിത്തം കൊണ്ടും വിവിധ പരിപാടികൾ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പരിപാടിയിൽ നവോദയ കുടുംബവേദിയുടെ നേതൃത്വത്തിൽ നടന്ന നൃത്തസന്ധ്യ ഹർഷാരവത്തോടെ സദസ്സ് സ്വീകരിച്ചു. നാട്ടു സംസ്കാരത്തിന്റെ ചരിത്രം വിളിച്ചോതിക്കൊണ്ട് ഇമാം കെപ്റ്റയുടെ നാട്ടരങ്ങും തെയ്യവും ഗരുഡനും പാമ്പും ദൃശ്യാവിഷ്കാര രൂപത്തിൽ കാണികളെ ആവേശം കൊള്ളിച്ചു. പരിപാടിയിൽ ചരിത്ര പ്രദർശനവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും KSRTC ബസ്, കാളവണ്ടി, ചായക്കട, കിണർ എന്നിവയുടെ പ്രദർശനവും പരിപാടിക്ക് മാറ്റുകൂട്ടി. പരിപാടി കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ ഒന്നാണ് എന്ന മനോഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മനുഷ്യൻ ഒന്നാണ് എന്ന, മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന മനോഭാവം നമുക്കിടയിൽ വളർത്തിയെടുക്കാൻ കഴിയണം. നവോദയ പ്രസിഡന്റ് ഇസ്മത്ത് മമ്പാട് അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം, ജനറൽ സെക്രട്ടറി C. കുമാർ മാവേലിക്കര, അബ്ദുള്ള മുല്ലപ്പള്ളി, CM അബ്ദുറഹ്മാൻ, അനുപമ ബിജുരാജ് എന്നിവർ സംസാരിച്ചു. സുൽഫിഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഇനി ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. മണിപ്പൂർ കലാപം, വഖഫ് നിയമ ഭേദഗതി ബിൽ വിഷയമടക്കം 15 പ്രധാന ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഡിസംബർ 20 വരെയാണ് സഭ സമ്മേളിക്കുക. നിലവിൽ മുസ്ലിം സമുദായം നിയന്ത്രിക്കുന്ന ബോർഡുകളിൽ നിന്നും ട്രിബ്യൂണലുകളിൽ നിന്നും വഖഫ് ഭരിക്കാനുള്ള അധികാരം സർക്കാരുകൾക്ക് മാറ്റുന്നതാണ് പുതിയ ഭേദഗതി. നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. കരട് ഭേദഗതിയിൽ വരുത്തിയ മാറ്റങ്ങൾ പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്നും JPCയുടെ കാലാവധി നീട്ടണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വഴങ്ങിയില്ല. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ വാരത്തിലെ അവസാന ദിവസം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് ലോക്സഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനുള്ള 5 പുതിയ കരട് നിയമനിർമ്മാണങ്ങളിൽ ഒരു സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള നിയമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച ഭരണഘടനാ ദിനമായി ആചരിക്കും. അന്നേ ദിവസം പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ പ്രത്യേക സമ്മേളനം ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകളും ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ചരക്കു ഗതാഗതത്തിൽ തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ, തുറമുഖ സംരക്ഷണം ഉറപ്പാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ പോർട്സ് ബിൽ എന്നിവ പുതിയ 5 ബില്ലുകളിൽ ഉൾപ്പെടും. വയനാടിന്റെ നിയുക്ത MP പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയും ആദ്യ ദിവസം നടക്കും. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുമ്പോൾ വയനാട് ഉരുൾപൊട്ടലിലെ കേന്ദ്ര നിലപാടാകും ആദ്യം ചോദ്യം ചെയ്യുക. സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന സർവകക്ഷി യോഗത്തിൽ പാർലമെന്റിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. जब संविधान सभा में एडॉप्ट किया गया उसका 75 साल 26 नवंबर 2024 को पूरा होगा. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണങ്ങളും മണിപ്പൂരിലെ സ്ഥിതിഗതികളും ശീതകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഉത്തരേന്ത്യയിലെ അന്തരീക്ഷ മലിനീകരണ പ്രശ്നങ്ങളും വർദ്ധിച്ചുവരുന്ന ട്രെയിൻ അപകടങ്ങളും ചർച്ച ചെയ്യണമെന്ന ആവശ്യവും സർവകക്ഷി യോഗത്തിൽ ഉയർന്നുവന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.
വഖഫ് വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കി മുനമ്പം നിവാസികൾ. വഖഫ് നിയമത്തിന്റെ പ്രതീകാത്മക രൂപം കടലിൽ താഴ്ത്തിയായിരുന്നു പ്രതിഷേധം. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കി. വേളാങ്കണ്ണി മാതാപള്ളിയിൽ നിന്നും പ്രതിഷേധ ജാഥയായിട്ടാണ് മുനമ്പം നിവാസികൾ കടൽക്കരയിലേക്ക് എത്തിയത്. വഖഫ് നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ എഴുതി ചേർത്ത കോലം കടലിൽ കെട്ടിത്താഴ്ത്തി നാട്ടുകാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഒരുമിച്ച് മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പാണെന്ന് ഫാദർ ആന്റണി സേവ്യർ വ്യക്തമാക്കി. ഇത് നമ്മുടെ ശക്തിയെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമരത്തെ വിജയിക്കാൻ സാധിക്കും. നമ്മൾ ആർക്കും എതിരല്ല, നമ്മൾ വഖഫ് ആക്ടിന് മാത്രമാണ് എതിര്. മുനമ്പം ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനിൽ വിശ്വാസമില്ലെന്നും അവർ പറയുന്നു. നിസാർ കമ്മീഷൻ പറഞ്ഞുണ്ടല്ലോ, അതും കളിപ്പിക്കലാണ്. ഇനി വെക്കുന്ന കമ്മീഷൻ കളിപ്പിക്കുക. ഞങ്ങൾക്ക് അതിനൊന്നും വിശ്വാസമല്ല. ഞങ്ങളുടെ അവകാശം ഞങ്ങളുടെ മടിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ എന്തിന് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോകുന്നു? ഇതൊക്കെ നിസ്സാരമായിട്ട് പറയാനുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ സമരരീതികളുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. പാലക്കാട്ടെ ജയപരാജയങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. വർഗീയതയുടെ വിജയമെന്ന് AK ബാലൻ പ്രതികരിച്ചു. പരസ്യവും പെട്ടി വിവാദവും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടില്ല എന്ന് EP ജയരാജൻ. CPM വോട്ടുകൾ കുറഞ്ഞെന്ന് VD സതീശനും പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടന്നത് വടകര ഡീലിന്റെ ബാക്കിയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വടകര ഡീലിനെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഉദ്ദേശം മുരളിയെ ലോകസഭയിലേക്കും എത്തിക്കാൻ പാടില്ല, കേരള നിയമസഭയിലേക്കും എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് മുരളി തൃശ്ശൂരിൽ തോറ്റതും പാലക്കാട് മത്സരിക്കണമെന്ന പാലക്കാട് DCCയുടെ ശുപാർശ കത്ത് AICC അംഗീകരിക്കാതിരുന്നത്. പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും SDPIയും എല്ലാം UDFിനൊപ്പം നിന്നുവെന്ന് EP ജയരാജൻ. UDFന് പാലക്കാട് മുൻകൈയല്ല ഉണ്ടായിട്ടുള്ളത്. BJPക്കകത്തുണ്ടായിട്ടുള്ള സ്പ്ലിറ്റ്, അതിൽ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഗ്രൂപ്പിന്റെ വോട്ട് പരമാവധി ശേഖരിക്കാൻ അവർ സംഘടിതമായ നീക്കം നടത്തി. അതിന് പണവും സ്വാധീനങ്ങളും എല്ലാം വലിയ തോതിൽ ഉപയോഗിച്ചു. തൃശൂരിൽ BJPയെ സഹായിച്ചതിന് പകരം പാലക്കാട് BJP വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചെന്ന് മന്ത്രി P രാജീവ് ആരോപിച്ചു. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വന്നപ്പോൾ 87,000 വോട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊരു പ്രത്യുപകാരം. കാരണം മുരളീനെ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂർ കൊണ്ട് മത്സരിപ്പിക്കുന്നത് തന്നെ BJPക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. വയനാട്ടിലും പാലക്കാടും ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടി മുന്നണി പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആദ്യം പ്രതികരിച്ചത് ആഹ്ലാദ പ്രകടനവുമായി രംഗത്ത് വന്നത് SDPI ആണ്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും UDFിനോടൊപ്പം സജീവമായി അണിനിരന്നിട്ടുണ്ട്. പാലക്കാട് CPMന്റേത് തകർന്ന തിരക്കഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. 18,874 വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ജനങ്ങളെ അവഹേളിക്കുകയാണ്, ജനങ്ങളെ അപമാനിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ചേലക്കരയിലെ തോൽവിയിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം രൂക്ഷം. മണ്ഡലം കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കടുത്ത വിമർശനം. ചേലക്കര തോൽവി നേതാക്കളെയും നേതൃത്വവും ചോദിച്ചു വാങ്ങിയ അടിയെന്ന് പ്രാദേശിക നേതാക്കളും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ ശോഭ കെടുത്താനേ രമ്യ ഹരിദാസ് ഉപകരിച്ചുള്ളൂ. നേതൃത്വം കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി പെരുമാറണമായിരുന്നു. രമ്യയെ 5 വർഷം പരിചയമുള്ള ഓരോ കോൺഗ്രസ്സുകാർക്കും നിഷ്പക്ഷരായിട്ടുള്ള ഓരോ വോട്ടർമാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ആളല്ല രമ്യ ഹരിദാസ് എന്നുള്ള വിമർശനങ്ങളാണ് ഗ്രൂപ്പിൽ
അതേസമയം വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും ചേലക്കരയിലെ പ്രചാരണങ്ങളിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. അല്ല, പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതെല്ലാം പാർട്ടി പരിശോധിക്കും. പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രാദേശിക തലത്തിൽ നേരത്തെ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായാണ് സൂചന. തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം കൂടി കൈവരിക്കാൻ സാധിക്കാതെ വന്നതോടെ രമ്യക്കെതിരെയുള്ള വിമർശനം രൂക്ഷമാവുകയായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നഗരത്തിലടക്കം BJPക്ക് വൻ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ മത്സരിച്ചപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹം കൂടുതൽ വോട്ട് പിടിച്ചുവെന്നും അതുമായി താരതമ്യപ്പെടുത്തേണ്ടതെന്നുമാണ് നിലവിൽ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട്. സംഘടനാ പിഴവുകൾ പരിഹരിക്കണമെന്ന് BJP നേതൃനിരയിലെ പലരും പരസ്യമായി തന്നെ ആവശ്യപ്പെടാനും തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ പാലക്കാട് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യപ്പെടുത്തിയാൽ വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. 10,000-ലധികം വോട്ടുകളുടെ കുറവാണുണ്ടായത്. ശക്തി കേന്ദ്രമായ നഗരമേഖലയിൽ തിരിച്ചടിയേറ്റതും 3-ാം സ്ഥാനത്തുള്ള LDFുമായി കാര്യമായ അകലമില്ലെന്നതും വിമർശനത്തിന് കാരണമാകുന്നു. 4,000-ഓളം വോട്ടുകൾ മാത്രമാണ് UDFന് 2021-നേക്കാൾ കൂടുതൽ കിട്ടിയത്. എന്നാൽ ഭൂരിപക്ഷം 3,800-ൽ നിന്നും 18,000-ലധികമായി വർദ്ധിച്ചു. അതിനർത്ഥം 10,000-ഓളം BJP വോട്ടുകൾ ആർക്കും പോൾ ചെയ്യാതെ മരവിച്ചുപോയി. അതുകൊണ്ട് BJP ജയിക്കാതിരിക്കാൻ എതിരാളികൾ വോട്ട് മറച്ചുവെന്ന പതിവ് വാദം വിലപ്പോകില്ലെന്ന് BJPയിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. LDF 3-ാം സ്ഥാനത്താണെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയുന്നത് സാധാരണമാണെന്നും ആത്മപരിശോധന നടത്തുമെന്നുള്ള ഒഴുക്കൻ മറുപടിയാണ് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. 3,000-ലധികം വോട്ട് BJPക്ക് ഇക്കുറി നഷ്ടമായെന്നും അതെങ്ങനെയെന്ന് പരിശോധിക്കുമെന്നും C. കൃഷ്ണകുമാർ പറയുന്നു. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ഒരു തരത്തിലും ദോഷമായിട്ടില്ലെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. എന്നാൽ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണെന്നും ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച മണ്ഡലത്തിലെ തോൽവി ഏറെ ഗൗരവത്തോടെ കാണണമെന്നാണ് പാർട്ടിയിലെ ആവശ്യം. ജയസാധ്യതയുള്ളവരെ തഴഞ്ഞതും C. കൃഷ്ണകുമാറിനോടുള്ള പ്രാദേശിക അതൃപ്തി കണ്ടില്ലെന്ന് നടിച്ചതും നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. എന്തായാലും വരുന്ന നേതൃയോഗത്തിൽ ഇതിനൊക്കെ മറുപടികൾ ഒരുക്കാൻ K. സുരേന്ദ്രനും കൂട്ടരും ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. അമൃത ന്യൂസ്, പാലക്കാട്. പാലക്കാട് BJPക്കുണ്ടായ വോട്ട് ചോർച്ചയെക്കുറിച്ച് പ്രതികരിക്കാതെ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ ചുമതലയാണെന്ന് മുരളീധരൻ പറഞ്ഞു. പാലക്കാട് എന്ത് സംഭവിച്ചുവെന്ന് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനാണെന്നും V. മുരളീധരൻ വ്യക്തമാക്കി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ലഭിച്ചതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന മഹായുതി സഖ്യം. BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിൽ നിന്നും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലെങ്കിലും മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആയേക്കും. മികച്ച വിജയം നേടിയ പശ്ചാത്തലത്തിൽ BJPയിൽ നിന്നും ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി പദത്തിൽ എത്താനാണ് സാധ്യത. മന്ത്രിസഭയിലെ ബാക്കി അംഗങ്ങൾ ആരെല്ലാമാകുമെന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയായി ജാർഖണ്ഡ് മുക്തി മോർച്ച നേതാവ് ഹേമന്ത് സോറൻ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. 4-ാം തവണയാണ് ഹേമന്ത് സോറൻ ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. 81 അംഗ നിയമസഭയിൽ JMMന് ഒറ്റയ്ക്ക് 34 സീറ്റ് നേടാനായത് ഹേമന്ത് സോറന് വലിയ കരുത്താണ് പകരുന്നത്. ജാർഖണ്ഡിൽ JMM നയിക്കുന്ന ഇന്ത്യ സഖ്യത്തെ തുടർഭരണത്തിലേക്ക് എത്തിച്ചത് മുഖ്യമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികളാണ്. ഇതിനൊപ്പം സന്താൾ ആദിവാസി നേതാവായ ഹേമന്ത് സോറന്റെ അറസ്റ്റ് സൃഷ്ടിച്ച സഹതാപ തരംഗവും ആദിവാസി ഭൂരിപക്ഷ സംസ്ഥാനമായ ജാർഖണ്ഡിൽ JMM അനുകൂല തരംഗത്തിന് വഴിയൊരുക്കി എന്നതിൽ സംശയമില്ല. ഹേമന്ത് സോറനെ സംബന്ധിച്ച് ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രതിസന്ധികൾ വേട്ടയാടിയ വർഷമായിരുന്നു 2024. ജനുവരി 31-നാണ് അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്യുന്നത്. ഹേമന്തിന്റെ ജയിൽവാസകാലത്ത് സംസ്ഥാനത്ത് പലതരം അട്ടിമറി ശ്രമങ്ങളും BJP നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയും JMM നേതാവുമായ കൽപ്പന സോറനായിരുന്നു പാർട്ടിയുടെയും സർക്കാരിന്റെയും അടിത്തറ ഇളകാതെ സംരക്ഷിച്ചത്. ഹേമന്ത് സോറൻ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഭാര്യ കൽപ്പന സോറനും പുതിയ മന്ത്രിസഭയിൽ ഇടം നൽകിയേക്കും.
JMM മന്ത്രിമാർക്ക് പുറമെ കോൺഗ്രസിൽ നിന്ന് 6 പേരും RJDയിൽ നിന്നും 4 പേരും മന്ത്രിസഭയിൽ അംഗങ്ങളായേക്കുമെന്നാണ് സൂചന. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളായ രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ വ്യാഴാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തേക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ വിമർശനം രാഷ്ട്രീയ വിമർശനം മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഗിന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെയാണ് പറഞ്ഞത്, അല്ലാതെ തങ്ങൾക്കെതിരെയല്ല. ബാബറി മസ്ജിദ് പൊളിക്കാൻ പിന്തുണ നൽകിയ കോൺഗ്രസിനൊപ്പമായിരുന്നു ലീഗ്. അധികാരത്തിനായി എന്തും ചെയ്യുന്ന പാർട്ടിയായി ലീഗ് മാറി. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ലീഗ് ചേർത്ത് നിർത്തുന്നുവെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് ആരോപിച്ചു. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ കാര്യം നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ എല്ലാ ശ്രമവും ചേലക്കരയിൽ നിങ്ങൾ നടത്തിയില്ലേ? 3 തെരഞ്ഞെടുപ്പുകൾ വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചത് ചേലക്കരയായിരുന്നല്ലോ. കാരണം രാഷ്ട്രീയമായി വലിയൊരു ജയം ചേലക്കര പിടിച്ചെടുത്താൽ ഉണ്ടാകുമെന്നല്ലേ നിങ്ങൾ കണക്കാക്കിയത്? നിങ്ങൾ സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നടക്കം പ്രഖ്യാപിച്ചുകൊണ്ടല്ലേ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നയിച്ചുകൊണ്ടിരുന്നത്. ഉത്തർപ്രദേശിലെ സംഫാലിൽ മസ്ജിദിന്റെ സർവേ ചൊല്ലിയുള്ള സംഘർഷത്തിൽ 3 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. കോടതി ഉത്തരവ് പ്രകാരം അളവെടുപ്പിനായി സർവേ സംഘം എത്തിയതിനു പിന്നാലെയാണ് സംഭവം. സർവേക്കെതിരെ 100 കണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയിരുന്നു. ജനക്കൂട്ടം സർവേ സംഘത്തിന് നേരെ കല്ലെറിയുകയും പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും അക്രമത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്നും DGP അറിയിച്ചു. അക്രമങ്ങൾക്കിടയിലും അഭിഭാഷക കമ്മീഷൻ സർവേ പൂർത്തിയാക്കി. ഈ മാസം 29-ന് കമ്മീഷൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. പള്ളിയുടെ നിലവിലെ ഘടന നിർമ്മിക്കാൻ ക്ഷേത്രം പൊളിച്ചു എന്ന പരാതിയിലാണ് സർവേ നടത്താൻ കോടതി ഉത്തരവിട്ടത്. കുറ്റമറ്റ രീതിയിൽ ഈ മണ്ഡലകാലം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദേവസ്വം ബോർഡിന് സാധിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് മുൻകൂട്ടി ബുക്ക് ചെയ്തില്ലെങ്കിലും കൃത്യമായ രേഖകളുമായി സന്നിധാനത്തെത്തുന്ന ഏതൊരു ഭക്തനും അയ്യപ്പ ദർശനം സാധ്യമാണെന്നും PS പ്രശാന്ത് അമൃത ന്യൂസിനോട് പറഞ്ഞു. വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് നിങ്ങൾ വിട്ടേക്കും. ആര് വന്നാലും വ്രതം പിടിച്ച് വരുന്ന ഒരു ഭക്തനും തിരിച്ചു പോകുന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. അവർക്ക് വളരെ വിപുലമായൊരു സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ 8ഓളം കൗണ്ടറുകൾ അവിടെ ഉണ്ട്. വലിയ പന്തൽ ഞങ്ങൾ ഈ തത്സമയ ബുക്കിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആര് വന്നാലും അവരോട് ആധാറിൻ്റെ ഒരു കോപ്പി മാത്രം മതി. ആര് വന്നാലും അവർക്ക് ശബരിമലയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ഭഗവാനെ കാണുവാനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് മഹോത്സവം വിജയകരമായി പുരോഗമിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഭക്തരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഉണ്ടാകുന്നത് വലിയ വർധനവാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ശബരിമലയിലേത് കൂട്ടായ്മയുടെ വിജയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും നേതൃത്വത്തിലുള്ള 20ലേറെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ശബരിമലയിലെ ഈ വിജയത്തിന് പിന്നിൽ. പാർക്കിംഗ്, അടിസ്ഥാന സൗകര്യം, ശുദ്ധജലം, ലഘുഭക്ഷണം, പ്രസാദം, വഴിപാടുകൾ, അന്നദാനം ഇവയിലെല്ലാം കൂടുതൽ മുൻകരുതലുകൾ എടുക്കുവാൻ കഴിഞ്ഞത് നേട്ടമായി. പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ശക്തവും സുരക്ഷിതവുമായ ക്രൗഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ദർശന സമയം കൂട്ടിയതും 18ാം പടിയിൽ പോലീസുകാരുടെ ജോലി സമയം കുറച്ചതും വലിയ നേട്ടമായി. ഇതുവഴി 1 മിനിറ്റിൽ 80 ഭക്തരെ 18ാം പടി കയറ്റാൻ കഴിയുന്നു. തിരക്ക് ഒഴിവാക്കുന്നതിൽ ഈ മാറ്റം കാരണമായി. ഭക്തരുടെ എണ്ണത്തിലും വരുമാനത്തിലും പോയ വർഷങ്ങളിലേക്കാൾ ഉണ്ടായിട്ടുള്ള വരുമാന വർധനവാണ് മറ്റൊരു സുപ്രധാനമായ നേട്ടം. 41,64,65,13,33,33,79,000 കോടി രൂപയുടെ അധിക വരുമാനമാണ്. എത്ര ഭക്തരെത്തിയാലും ദർശനം നടത്തുവാനുള്ള തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനവും ദേവസ്വം ബോർഡിന്റെ കീഴിൽ സജ്ജം. തത്സമയ ഓൺലൈൻ ബുക്കിങ്ങിനായി 3 കേന്ദ്രങ്ങൾ. വണ്ടിപ്പെരിയാർ, പമ്പ, എരുമേലി എന്നിവിടങ്ങളിൽ വിപുലമായ സംവിധാനങ്ങൾ. ആധാർ കാർഡോ കാർഡിന്റെ പകർപ്പോ കയ്യിൽ കരുതണം എന്ന് മാത്രം. ശബരിമലയെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കിയുള്ള പുണ്യം പൂങ്കാവനം പദ്ധതി. അക്ഷരാർത്ഥത്തിൽ ഐശ്വര്യസമ്പൂർണവും ഭക്തി നിർഭരവുമായ ഒരു മണ്ഡല മകരവിളക്ക് കാലമാണ് പുരോഗമിക്കുന്നത്. ക്യാമറാമാൻ P ശശികാന്തിനൊപ്പം അജയ് നാഥ്,
അമൃത ന്യൂസ് സന്നിധാനം. കായിക വാർത്തകൾ നോക്കാം. ഓസീസിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ ഏറെ നാളുകൾക്ക് ശേഷം ഫോം വീണ്ടെടുത്ത വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയായിരുന്നു പെർത്ത് ടെസ്റ്റിന്റെ 3-ാം ദിനം മികച്ചു നിന്നത്. 143 പന്തിൽ 100 റൺസ് എടുത്ത കോഹ്ലി പുറത്താകാതെ നിന്നപ്പോൾ 6 വിക്കറ്റിന് 487 റൺസ് എന്ന നിലയിൽ ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ ഡിക്ലെയർ ചെയ്തു. കോഹ്ലിക്ക് പുറമെ 161 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളും 77 റൺസ് എടുത്ത KL രാഹുലുമാണ് ഇന്ത്യയുടെ 2-ാം ഇന്നിംഗ്സ് മികച്ച നിലയിൽ എത്തിച്ചത്. 534 റൺസ് വിജയലക്ഷ്യവുമായി 2-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടങ്ങിയ ഓസീസ് വീണ്ടും ബാറ്റിംഗ് തകർച്ച നേരിടുകയാണ്. ഓസീസിന് 12 റൺസ് എടുക്കുന്നതിനിടയിൽ 3 വിക്കറ്റും നഷ്ടമായി. ക്യാപ്റ്റൻ ബുംറ 2ഉം മുഹമ്മദ് സിറാജ് 1 വിക്കറ്റും വീഴ്ത്തി. കോടികൾ ഒഴുക്കി വീണ്ടും ഒരു ക്രിക്കറ്റ് താരലേലത്തിന് തുടക്കം. 2025 IPL മുന്നോടിയായി നടന്ന മെഗാ താരലേലത്തിൽ ക്രിക്കറ്റ് ക്ലബ്ബുകൾ വാശിയോടെ താരങ്ങളെ വിലക്കെടുത്തു തുടങ്ങി. ലക്നൌവും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ നടന്ന വാശിയേറിയ ലേലം വിളിയിൽ ഒടുവിൽ IPL തന്നെ റെക്കോർഡ് തുകയ്ക്ക് ഋഷഭ് പന്തിനെ ലക്നൌ സൂപ്പർ ജെയിൻസ് സ്വന്തമാക്കി. 27 കോടി രൂപയ്ക്കാണ് ലക്നൌ പന്തിനെ ടീമിലേക്ക് എത്തിച്ചത്. ശ്രേയസ് അയ്യരെ വിട്ടുകൊടുക്കാതെ ഡൽഹിയും പഞ്ചാബും. ഒടുവിൽ 26 കോടി 75 ലക്ഷത്തിന് ശ്രേയസ് അയ്യരെ പഞ്ചാബ് പോക്കറ്റിലാക്കി. KL രാഹുലിനെ 14 കോടിക്ക് ഡൽഹി ക്യാപിറ്റൽസും സ്വന്തമാക്കി. അർഷ്ദീപ് സിംഗിനെ 18 കോടിക്കാണ് പഞ്ചാബ് കിങ്സ് വാങ്ങിയത്. 15 കോടി 75 ലക്ഷത്തിന് ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലർ ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കി. മുഹമ്മദ് സിറാജിനെ 12 കോടി 25 ലക്ഷത്തിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് വാങ്ങിയത്. ഇന്ത്യൻ സ്റ്റാർ സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിനെ 18 കോടിക്കാണ് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത്. താരലേലം നാളെയും തുടരും. ISLൽ ചെന്നൈയിൻ FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ജയം. ജെസ്യൂസ് ജിമനൈസ്, നവാസ ദോയി, KP രാഹുൽ എന്നിവരാണ് ഗോളുകൾ നേടിയത്. തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ജയിക്കുന്നത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.